നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞില്ലേലും അതെനിക്ക് മനസ്സിലാവും. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ അടുത്ത് എന്റെ ജീവിതത്തിലേക്ക് വന്ന രണ്ട് കാര്യങ്ങളാണ്. പെണ്ണല്ല, ഡയറ്റും വർക്കൗട്ടും. ഈ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവും. ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ആകെപ്പാടെ വരുന്ന ഒരു ചോദ്യം എന്താ പറയുക, ഒരു ബിരിയാണി ഓർഡർ ചെയ്യാം, എന്നിട്ട് നാളെ തൊട്ട് ഡയറ്റോ വർക്കൗട്ടോ എന്ത് പണ്ടാരമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ. ഈ ഡയറ്റ് ചെയ്യാനുള്ള മടി എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ. നിങ്ങൾ ആദ്യം വിചാരിക്കുന്നത് എനിക്കൊരു ഡിസിപ്ലിന്റെ കുറവുണ്ടാവും എന്നാണ്. അത് ഞാൻ സമ്മതിച്ചു തരില്ല. ഡോക്ടർമാരാണ് കാര്യം. ഡോക്ടർമാര് പറയുന്നത് തമ്മിലൊരു ധാരണയില്ല. ഈ അടുത്ത് എന്റെ അടുത്ത് ഒരു ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു, എടമോനെ നീ ഒരു ദിവസം എത്ര കാപ്പി കുടിക്കും? ഞാൻ പറഞ്ഞു ഒരു 3 കാപ്പി കുടിക്കും. ഡോക്ടർ എടുത്ത് പറയും 3 കാപ്പിയോ? ഞാൻ വിചാരിച്ചു 3 കാപ്പി കുടിച്ചാൽ ചത്തുപോകും. ഈ ഡോക്ടർ പറയാണ് 3 കാപ്പി കുടിച്ചാല് നിനക്ക് ഉറക്കമില്ല, നിനക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, നിന്റെ ശരീരം മുഴുവൻ കേടാണ്. വേറെ ഡോക്ടർ അതുപോലെയാണ്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു 3 കാപ്പി ഒരു കുഴപ്പമില്ലടാ മോനെ, നീ രാവിലെ കുടിക്ക്, വൈകിട്ട് കുടിക്ക്, വർക്കൗട്ടിന് മുമ്പ് പറഞ്ഞ കുടിക്ക്, നല്ല എനർജി ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആര് പറയണ കേൾക്കണ്ടേ? ഇവര് പറഞ്ഞ് എന്നെ കൺഫ്യൂഷൻ ആക്കുവാണ്. ഒരാളെ കണ്ടാൽ പറഞ്ഞു പഞ്ചസാര തുടരുത്, വിഷമാണെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു. വേറെ ആളെ ചോദിച്ചാൽ പറയാണ് പഞ്ചസാര അല്ലേ കുറച്ച് കഴിച്ചു, ഒരു കുഴപ്പമില്ലാന്ന്. ഒരാളോട് ചോദിച്ചാൽ പറയാണ് മുട്ടയുടെ ഉണ്ണി 2 എണ്ണത്തിൽ കൂടുതൽ ഒരു ദിവസം കഴിച്ചാൽ കൊളസ്ട്രോൾ വരും, നീ മരിക്കും. ഞാൻ ഓർത്തു അയ്യോ. പിന്നെ വേറെ ഡോക്ടറെ അടുത്ത് വെച്ചാൽ പറയണം മുട്ടയുടെ ഉണ്ണിയിൽ എന്തൊക്കെ ഗുണങ്ങളാണ്, നീ ഇതാണ് വെറുതെ കളയണം, നീ കഴിക്കണമെന്ന് പറഞ്ഞു. ഈ അടുത്തൊരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നമുക്കൊരു ഡയറ്റ് തുടങ്ങാം. കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യം ചോദിച്ചു നീ വല്ല റീൽസും കണ്ടോ പുതിയതായിട്ടെന്ന് ചോദിച്ചു. കാരണം അവിടെ നിന്നാണ് പല അറിവുകളും ഇവന്മാർക്ക് കിട്ടുന്നത്. ആധുനിക മനുഷ്യരാണേ. അപ്പൊ ഇവന്മാർ ഓരോ സജഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാല്. അപ്പൊ അവൻ പറഞ്ഞ് ഡയറ്റ് എടുക്കാന്ന് പറഞ്ഞ് ഇവൻ തന്നെ ഒരു ദിവസം എന്റെ അടുത്ത് തർക്കിച്ചതാണ്. 6 എണ്ണൻ ഏത്തപ്പഴത്തിനെ പറ്റി നെഗറ്റീവ് റിവ്യൂ കിട്ടും എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കിടന്ന് തർക്കിക്കുക. ഞാൻ എന്തോ പറയാൻ ഇവന്റെ അടുത്ത്, അവന്റെ അടുത്ത് പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ പോസിറ്റീവ് ഇരുന്ന് പഠിക്കണം. എന്തൊരു ഗതികേടാണ് നോക്കണേ ചേട്ടാ. ഈ വർക്കൗട്ട് കൂട്ടി ഡയറ്റ് കുറച്ച് തെറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള ലൈനിലേക്ക് എത്തി നമ്മള്. അങ്ങനെ എല്ലാ 1-ാം തീയതി പോയിട്ട് ജിമ്മിൽ മെമ്പർഷിപ്പ്. അശൻ നമ്മളെ കാണുമ്പോഴേ പരിചയമാണ്. അശൻ നേരെ ഡയറ്റ് പ്ലാൻ അങ്ങ് എടുക്കും. അശൻ എടുത്ത വഴിയെ നമ്മുടെ അടുത്ത് ചോദിക്കും എന്താ മോനെ എന്താ വേണ്ടേ? നമ്മൾ പറയും 6 പാക്ക് വേണം. അശ അപ്പൊ തന്നെ ചോദിക്കും ബിയറാണോ വയറാണോ? വയറ്. അങ്ങനെ അത് വേണമെന്ന് പറയുമ്പോൾ തന്നെ അശാന്റെ കയ്യിൽ പ്ലാൻ റെഡിയാണ്. ഇത് പലതവണയായി അശാൻ കാണുന്നു. അശൻ ഒരു ദിവസം ഒരിക്കൽ പറയാണ്, എടാ മോനെ ഒരു പരിപ്പുടയില് 400 കാലറി വരെ വരാം. നമുക്കെന്ത് 400? നമ്മൾ പറഞ്ഞു ആഡ് ചെയ്തോ, വർക്കൗട്ടിൽ ആഡ് ചെയ്തോളാൻ പറഞ്ഞു. 400 കാലറി ഉള്ള വർക്കൗട്ട് പോരാഞ്ഞിട്ട് അതും കൂടെ വർക്കൗട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആത്മാവുണ്ടേ അതിന്റെ പരിപ്പ് വരെ പുറത്തു വരും എന്നുള്ളത്. ഈ 400 കാലറി കത്തിക്കണമെങ്കിൽ 7 കിലോമീറ്ററോളം നടക്കണം. 7 കിലോമീറ്റർ ഡെയിലി നടക്കാമെങ്കിൽ എനിക്ക് വലിയ ഒളിമ്പിക്സിനും പൊക്കൂടെ. എന്തിനാണ് ഞാൻ ജിമ്മിൽ പോയി ഹെൽത്ത് നന്നാക്കാൻ നോക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നാലോ അന്യായ പ്രോത്സാഹനമാണ്. ചെന്ന വഴിയെ അമ്മ ചോദിക്കും എന്തിനാടാ ജിമ്മിൽ പോയിട്ട്, നമ്മൾ ഗുണ്ടകളല്ല, നിനക്ക് എൻ്റെ കൂടെ യോഗ ക്ലാസ്സിന് ഒന്നുകൂടെ ചോദിക്കും. അമ്മയുടെ കൂടെ ഞാൻ യോഗ ക്ലാസ്സിന് ഒരിക്കൽ പോയി. യോഗ ക്ലാസ്സിൽ ചെന്നിരുന്നു. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിയെന്നും പറഞ്ഞ് എന്നെ അവിടുന്ന് പുറത്താക്കി. പിന്നെ ഞാൻ വഴി പോയിട്ടില്ല. പക്ഷെ അച്ഛൻ അമ്മയെ പോലെ അല്ല. അച്ഛൻ പ്രോത്സാഹിപ്പിക്കും എന്നല്ല, അച്ഛൻ എന്നെ ഡയറക്റ്റ് കുറ്റം പറയില്ല. അച്ഛൻ്റെ കൂട്ടുകാരോട് പറയും, ആ മാമന്മാർ എന്നെ വന്ന് കുറ്റം പറയും. ഈ മാമന്മാർ എന്നെ കണ്ടാൽ തന്നെ ചോദിക്കും നീ അങ്ങ് കോലം കെട്ടു പോയല്ലോടാ, ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലിന് ഉറപ്പില്ല, ഫാസ്റ്റ് ഫുഡ് അല്ലേ എന്ന് പറയണ മാമന്റെ വയറൊരു ഇത്രയും വരും. എന്നാലും തീറ്റ എന്റെയാണ് കുഴപ്പം. ഇവരെ ഞാൻ പലപ്പോഴും കാണുന്നത് തന്നെ അമ്പലങ്ങളിൽ വെച്ചായിരിക്കും. അമ്പലത്തിൽ ഷർട്ട് ഒരു തോളത്തിട്ടിരിക്കുമായിരിക്കും. ഞാൻ ഇങ്ങനെ ഇവരെ നോക്കും, ഇത്രയും ഹെൽത്ത് വരണേ ഞാൻ എന്തോരം കഴിക്കേണ്ടി വരും എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് നിങ്ങളോട് ഒരു സാരാംശം എന്ന നിലയിൽ പറയാനുള്ളത്, ഡയറ്റ് വർക്കൗട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമായിരിക്കും. അല്ലെ നിങ്ങളോട് ആരെങ്കിലും പറയുമായിരിക്കും ഇത് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്. ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യം വരും, നമ്മളൊക്കെ എന്തിനാ ശരിക്കും ജീവിക്കുന്നതെന്നുള്ളത്. അപ്പൊ 2 പൊറോട്ട ഓർഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുക, അല്ലെ ഒരു സാലഡ് കഴിക്കുക. അപ്പൊ നാട്ടുകാരെ കടിയും തീരും, നമ്മുടെ വിശപ്പും മാറും. പിന്നെ ഈ പറയുന്ന ഡോക്ടർമാരൊന്നും 100 കൊല്ലം വരെ ഒന്നും ജീവിച്ചിട്ടില്ല. അപ്പൊ ഡയറ്റിൽ കുറച്ചൊക്കെ വെള്ളം ചേർക്കാം, അത്ര തന്നെ.